ഹായ് നമസ്കാരം. BT ഹെൽപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BT ഹെൽപ്പ് ചാനൽ BT ക്യാഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന ചെറിയൊരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഒരു ചാനലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അപ്ഡേഷൻസ് ശേഷം പുതിയ വെബ്സൈറ്റിലേക്ക് നമുക്ക് കോയിൻസ് എങ്ങനെ എത്തിക്കാം, അതേപോലെ ആ കോയിൻസ് എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം, എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് മെറ്റാബിറ്റി എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതേപോലെ അതെങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ഓൾറെഡി അവിടെ പർച്ചേസ് ചെയ്ത് വെച്ച കോയിൻ സ്റ്റോർ എക്സ്ചേഞ്ചിലുണ്ട്. അപ്പോൾ നമുക്കത് മെറ്റാമാസ്കിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മെറ്റാമാസ്കിൽ നമ്മളെ അഡ്രസ്സ്, BT ക്യാഷിൻ്റെ അഡ്രസ്സ്, റിസീവ് അഡ്രസ്സ് ആദ്യം കോപ്പി ചെയ്യാം. അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മളെ റിസീവ് അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തു. അതിന് ശേഷം ഞാൻ കോയിൻ സ്റ്റോർ തുറക്കുകയാണ്. കോയിൻ സ്റ്റോറിൽ നമ്മുടെ അസറ്റിലാണ്, ഞാൻ അവിടെ ഓൾറെഡി കോയിൻസ് വാങ്ങി വെച്ചിട്ടുണ്ട്. അസറ്റിലാണ്. അപ്പോൾ അസറ്റ് നമ്മൾ സെലക്ട് എടുത്തതിന് ശേഷം അതിൽ സ്പോട്ടിൽ പോവുക. സ്പോട്ടിൽ പോയിട്ട് അവിടെ മെറ്റാബിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കാണാം മെറ്റാബിറ്റി ഞാൻ അവിടെ ഓൾറെഡി വാങ്ങി വെച്ചതുണ്ട്, കുറച്ച് മെറ്റാബിറ്റി. അപ്പോൾ അത് ഞാൻ കുറച്ച് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിന്ന് നമ്മൾ മെറ്റാബിറ്റി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വിഡ്രോവൽ എടുക്കുക. വിഡ്രോവൽ എടുത്ത് ഓൺ ചെയിന് സെലക്ട് വിഡ്രോവൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൺ ചെയിന് എടുക്കുക. ഓൺ ചെയിൻ എടുത്തിട്ട് അതിന് ശേഷം നമ്മളെ നേരത്തെ നമ്മൾ മെറ്റാമാസ്കിൽ പോയിട്ട് കോപ്പി ചെയ്ത് വെച്ചിട്ട് നമ്മുടെ റിസീവ് അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വിഡ്രോവൽ നെറ്റ്വർക്ക്, അത് നെറ്റ്വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളത് BEP 20 അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മെറ്റാബിറ്റി എത്രയാണ് വിഡ്രോവൽ ചെയ്യേണ്ടതെന്ന് നമ്മളടുത്ത് അവൈലബിൾ ആയത് 5253 തൽക്കാലം ഒരു 1500 മെറ്റാബിറ്റി അവിടെ നിന്ന് വിഡ്രോവൽ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഫീ ആയിട്ട് 333 വിഡ്രോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിഡ്രോ ചെയ്യാണ്. അവിടെ നിന്ന് അടിച്ചിട്ട് മെറ്റാബിറ്റി അടിച്ചു, എന്നിട്ട് വിഡ്രോ കൊടുത്തിട്ടുണ്ട്. വിഡ്രോ കൊടുക്കുന്ന സമയത്ത് സെൻഡ് പിൻകോഡ്, അത് നമ്മളെ ഇമെയിലേക്കാണ് വരിക കേട്ടോ. ആ ഇമെയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പിൻകോഡ് സെൻഡ് ചെയ്യുക. അത് 60 സെക്കൻഡാണ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ മെയിൽ ID യിലേക്ക് ഞാൻ പോവാണ്. അപ്പം മെയിൽ ID യിൽ എൻ്റെ കോയിൻ സ്റ്റോറിൽ നിന്ന് ഇവിടെ മെയിൽ ID ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതാണ് പിന്നുള്ളത് 322,764 പിൻ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇവിടെ അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാനതടിച്ചു കൺഫേം ചെയ്യാൻ പോവാണ്. 322,764 ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. നമ്മൾ റിക്വസ്റ്റ് സബ്മിറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കോയിൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ മെറ്റാമാസ്കിലേക്ക് അപ്പോൾ നമുക്ക് മെറ്റാമാസ്കിൽ കോയിൻസ് വന്നോ ഒന്ന് ജസ്റ്റ് നോക്കാം. അവിടുന്ന് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അത് എത്തി. റിസീവ്ഡ് മെറ്റാബിറ്റി ഞാൻ 1500 കോയിൻസ് ആയിരുന്നു ഞാൻ അവിടുന്ന് വാങ്ങിയിരുന്നത്. പക്ഷേ എമൗണ്ട് 1167 മെറ്റാബിറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് നമ്മളെ വാലറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സ് ആദ്യം വാലറ്റ് ഞാൻ ഓപ്പൺ ആക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ID യിലാണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവിടേക്ക് നമുക്ക് എത്തിക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ വാലറ്റിൽ പോവുക. വാലറ്റിൽ പോയിട്ട് നമ്മൾ ഈ വാലറ്റ് അഡ്രസ്സ് ഉണ്ട് അവിടെ, ഈ വാലറ്റ് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വാലറ്റിൽ വന്നിട്ട് ഏറ്റവും താഴെയായിട്ട് വാലറ്റ് അഡ്രസ്സ് ഉണ്ട്, QR കോഡ് ഉണ്ട്, അല്ലെങ്കിൽ വാലറ്റ് കോപ്പി ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കോപ്പി ചെയ്യുക.
കോപ്പി ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, നമ്മളെ മെറ്റാമാസ്കിൽ പോവാം. മെറ്റാമാസ്ക് പോയിട്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മളെ കോയിൻസ് സെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മളെടുക്കുക. സെൻഡ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ സെൻഡ് ഓപ്ഷൻ വന്നപ്പോൾ ഇവിടെ നമുക്ക് എവിടേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ സെൻഡ് ചെയ്യേണ്ട അഡ്രസ്സ് ഇവിടെ. അപ്പോൾ നമ്മളെ വാലറ്റ് അഡ്രസ്സ് ഓൾറെഡി അവിടുന്ന് കോപ്പി ചെയ്തതാണ്, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ എത്ര കോയിൻസാണോ നമ്മളെ വാലറ്റിലേക്ക് കൊണ്ടുപോകേണ്ടത്, അപ്പോൾ ഞാനിപ്പോൾ അധികമൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാനൊരു 1100 കോയിൻസ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1100 കോയിൻസ് നമ്മൾ അതിനകത്തേക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ 1100 കോയിൻസാണ് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിന് വരുന്ന ഗ്യാസ് ഫീ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മാക്സിമം ഫീ ഗ്യാസ് ഫീ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1100 മെറ്റാബിറ്റി നമ്മളെ വാലറ്റിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി സെൻഡ് ആയിട്ടുണ്ട്, കൺഫേംഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഷ് കാണും, നമ്മൾ ട്രാൻസാക്ഷൻ ഹാഷ്, അതും കൂടെ കൊടുത്താലേ നമുക്ക് അവിടെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വി ഓൺ BSC സ്കാനറിൽ പോവുക. അവിടെ ഇവിടെ ഉണ്ടാവും നമുക്ക് സ്റ്റാറ്റസ് സക്സസ് നമ്മൾ അയച്ചത് അവിടെ എത്തിയതിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഹാഷ് ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ്, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ കോപ്പി ചെയ്യണം. ഇവിടുന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മളെ ID പോവുക. നമ്മൾ മെറ്റാമാസ്കിൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്തു. ആ സെൻഡ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വാലറ്റ് എടുക്കുക. വാലറ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഡെപ്പോസിറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ ഹാഷ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിരുന്നു. അത് ഈ ട്രാൻസാക്ഷൻ ID എന്നുള്ളടത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നമ്മളതിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ അവിടെ നിന്ന് അയച്ചിട്ടുള്ള മെറ്റാബിറ്റി, ആ മെറ്റാബിറ്റിയുടെ എമൗണ്ട് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ 1100 അവിടെ നിന്ന് അയച്ചിട്ടുള്ളത്, അത് നമ്മൾ ഇവിടെ ഇത് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് നമ്മൾ ഡെപ്പോസിറ്റ് റെക്കോർഡഡ് വിത്ത് സ്റ്റാറ്റസ് വെരിഫൈഡ്. അപ്പോൾ നമ്മളത് സക്സസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാലറ്റിലൊന്ന് നോക്കാം. വാലറ്റിലത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതാ 9800. അപ്പോൾ ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് വാലറ്റിൽ എൻ്റെ അടുത്ത് 1100 ഉണ്ടായിരുന്നത്, ഇപ്പോൾ എത്രയായി, 2200 ആയി. അപ്പോൾ പിന്നെ സ്റ്റേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സ്റ്റേക്ക് ചെയ്യൽ നമ്മളിവിടെ സ്റ്റേക്കിംഗ് എടുക്കുക. സ്റ്റേക്കിംഗ് എടുത്തിട്ട് സ്റ്റേക്ക് നൗ കൊടുക്കുക. എന്നിട്ട് സെലക്ട് ആൻഡ് ഓപ്ഷനിലോടത്ത് നമ്മൾ വാലറ്റ്, ഡെപ്പോസിറ്റ് വാലറ്റിലാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അത് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ എന്നിട്ട് നമ്മൾ എത്രയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഒരു 2200 കോയിൻസ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡെപ്പോസിറ്റ് ചെയ്യാം. സ്റ്റേക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെ സ്റ്റേക്കിങ് അടിച്ച് വീണ്ടും നമ്മളെ സ്റ്റേക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് 2200 ഇന്നത്തെ സ്റ്റേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സ്റ്റേക്കിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ അപ്ഡേഷൻ സമയത്ത് വീണ്ടും കാണാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇത് വീഡിയോ ഷെയർ ചെയ്യാൻ, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഈ BT Cash കമ്മ്യൂണിറ്റിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം വിടാം.